ഹലോ മൈ യൂട്യൂബ് ഫാം അദീസ് വേൾഡിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. നമ്മളിപ്പോൾ ഈ യാത്ര പോകുന്നത് ആലപ്പുഴയിലെ ഒരു പ്രാന്തപ്രദേശത്ത് കൂടിയിട്ടാണ് പോകുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ ഒരു പുന്നമട ലേക്ക് റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. നമ്മൾ 2 ദിവസത്തെ സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് ആലപ്പുഴയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത് മുഴുവൻ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടെയും കാഴ്ചകൾ ഉൾപ്പെടുത്താലോ എന്ന് വിചാരിച്ചിട്ട് ഇച്ചിരി ലെങ്തി ആയിട്ട് ഇട്ടതാണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എൻ്റെ ലൈഫിൽ ഈ ഒരു 1 ഇയറിനുള്ളിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ഗ്യാപ്പ് എടുത്തത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടീച്ചിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് ടീച്ചിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ടീച്ചിങ്ങൊക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മൾ മസ്കറ്റിലോട്ട് പോകുന്നു. മസ്കറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. എഗെയിൻ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ രണ്ടാമത് എനിക്കൊരു ബേബി ഉണ്ടായി. മകളാണ്. മകളുടെ പേര് ഹന്ന മറിയം എന്നാണ്. അപ്പോൾ അവൾ വന്നതിന് ശേഷം ഇച്ചിരി കൂടി ലൈഫ് ബിസിയായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒന്നിനും സമയം കിട്ടുന്നില്ല. ഇച്ചിരി ബിസിയാണ്. നല്ല കുറുമ്പത്തിയാണ്. ഇപ്പോൾ 9 മന്തായി. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇടാം കേട്ടോ വീഡിയോസ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞ് വന്നപ്പോൾ എൻ്റെ വിശേഷങ്ങളാണല്ലോ കൂടുതൽ പറഞ്ഞത്. ഇവിടെ ഇങ്ങനെ ഇതൊരു ട്രഡീഷണൽ പ്രോപ്പർട്ടിയാണ് കേട്ടോ. അവരൊരു വില്ല പോലെയാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറേ പൂക്കളും കുറേ മരങ്ങളും കുറേ മാമ്പഴം, ചക്ക, സപ്പോട്ട, അങ്ങനെ കുറേ പഴങ്ങളും അങ്ങനെ. പിന്നെ അവിടെ തന്നെ ആയുർവേദിക് സെൻ്ററും ഉണ്ട്. നമുക്ക് ഒഴിച്ചിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിക്കൊക്കെ കൊടുക്കണമെങ്കിൽ നല്ലതാണ്. അവിടുത്തെ സ്റ്റാഫ്സൊക്കെ നല്ല ഹോസ്പിറ്റാലിറ്റിയാണ് കേട്ടോ. അപ്പം മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേക്കേഷൻ നമുക്ക് എന്തായാലും കിട്ടും, ഉറപ്പാണ് കേട്ടോ. ഫുഡും അടിപൊളിയാണ്. കരിമീനും ചെമ്മീനും എല്ലാം നല്ല സെറ്റാക്കിയിട്ട് അവർ തരും കേട്ടോ. എനിക്ക് ആ സമയത്ത് ഞാൻ നോമ്പായിരുന്നു, പക്ഷേ കൂടെ ഉള്ളവർ കഴിച്ചു. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്, നല്ല ഫുഡൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ രാവിലെ തന്നെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ കക്ക വാരും എന്നിട്ട് അതൊക്കെ കളക്ട് ചെയ്തിട്ട് അവർ കൊണ്ടുപോയി സെല് ചെയ്യും. അങ്ങനത്തെ ഒരു ജീവിതം നയിക്കുന്നവരാണ് ഇവരൊക്കെ. അപ്പോൾ നമ്മൾ അവരോടൊക്കെ സംസാരിച്ച് നല്ല രസമായിട്ട് രാവിലെയൊക്കെ എൻജോയ് ചെയ്ത് ഇതൊക്കെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണ് കേട്ടോ. നല്ല രസം. അവിടെ എവിടെ നോക്കിയാലും പച്ചപ്പും ഹരിതാപമാണ്. പിന്നെ കായലും അങ്ങനെ. അപ്പോൾ അങ്ങനെ വഞ്ചിയും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ കാണാം. അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ. ഇതാണ് എൻ്റെ കുഞ്ഞുമണി. അപ്പോൾ ഇവളുടെ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.